ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പായ്ക്കപ്പലിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. 22 മീറ്ററാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു ആഴം വരുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പോർട്ട് എന്നറിയപ്പെടുന്ന റോട്ടർഡാം പോർട്ടിന് 22 മീറ്ററൊക്കെയാണ് ആഴം വരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ബെസ്റ്റ് പോർട്ടിനുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒത്തിണങ്ങിയ ഒരു പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് 2024 ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന മെർസ്ക് ലൈനിൻ്റെ വലിയ കപ്പൽ ഇവിടെ വരുന്നത്. അതിനുശേഷം ട്രയൽ റൺസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാൻസ്ഷിപ്മെൻ്റ് ആക്ടിവിറ്റികൾ, ചെറിയ കപ്പൽ ഇവിടെ വന്നിട്ട് ആ കപ്പലിൽ നിന്ന് കാർഗോ ഇവിടെ ഇറക്കി വലിയ ഷിപ്പിൽ കയറ്റി വിടുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ആക്ടിവിറ്റികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പല വലിയ ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നു തുടങ്ങി. അങ്ങനെ ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബ് എന്ന പേരിലോട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ടാർഗറ്റായിട്ടുള്ള 1 മില്യൺ TEU ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുമെന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള കാർഗോ മൂവ്മെൻറ്റ്സാണ് പിന്നീട് കണ്ടത്. അദാനിയാണ് നമ്മുടെ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 2025 മെയ്യിൽ നരേന്ദ്രമോദി നമ്മുടെ ഈ പോർട്ടിനെ ഒഫീഷ്യലായി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കസ്റ്റംസ് ക്ലിയറൻസിനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഗവൺമെൻറ് കൊടുത്തു. എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പെർമിഷൻസും കിട്ടി. അപ്പോഴാണ് നമ്മുടെ MSCയുടെ തന്നെ ഏറ്റവും വലിയ ഷിപ്പായിട്ടുള്ള MSC ടർക്കി ഇവിടെ വന്നു. ഏതാണ്ട് 24,500 TEU കപ്പാസിറ്റിയുള്ള വലിയ ഷിപ്പാണ് MSC ടർക്കി. അത് കഴിഞ്ഞിട്ട് MSC ഐറീനയുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷിപ്പ് ഇവിടെ വന്നു. അങ്ങനെ എല്ലാവരുടെയും കണ്ണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കിപ്പോഴും ഉള്ളത്. എങ്കിലും ഒരു ന്യൂസ് റീസെൻ്റ്ലി ഞാൻ കണ്ടത്, 5 മാസമായിട്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ റെയിൽവേയുമായി കണക്ട് ചെയ്യുന്ന കൊങ്കൺ റെയിൽവേയുടെ പദ്ധതിയായിട്ടുള്ള ഭൂഗർഭ റെയിൽ പദ്ധതി ഇപ്പോഴും ടെൻഡർ കൊടുത്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് ആയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അത് 5 മാസമായിട്ടും അവിടെ പേപ്പർ വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുവാണ്. നമുക്കറിയാം, ഹിൻഡർലാൻഡ് കണക്ഷൻ, പ്രോപ്പറായിട്ടുള്ള റോഡ് റെയിൽ കണക്ഷൻ ഇല്ല എങ്കിൽ ഒരു പോർട്ടിനും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭൂഗർഭ റെയിൽവേ ലൈൻ പദ്ധതി 12 കിലോമീറ്റർ എന്താണ് ലെങ്ത് വരുന്നത്, അതിൻ്റെ വർക്ക് നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ പേപ്പർ വർക്കുകളും സാങ്ഷൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്. രണ്ടാമത്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ റോഡ് നാഷണൽ ഹൈവേ 66 കണക്ട് ചെയ്യുന്ന ആ റോഡിൻ്റെ കൺസ്ട്രക്ഷനും ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്, അതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല എന്ന് പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം പ്രോപ്പറായിട്ടുള്ള റോഡ് റെയിൽ ഹിൻഡർലാൻഡ് കണക്ഷൻ നമുക്കില്ല. പ്രോപ്പറായിട്ടുള്ള കാർഗോ കണ്ടെയ്നറിലേക്ക് സ്റ്റഫ് ചെയ്യുന്ന കണ്ടെയ്നർ ഫ്രൈ സ്റ്റേഷനുകൾ നമുക്കിവിടെ കൃത്യമായിട്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട റെയിൽവേയും